ഇന്ന് നമുക്ക് കോമഡി ഹൊറർ ചിത്രമായിട്ടുള്ള പ്രകമ്പനം എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, മൂന്ന് കൂട്ടുകാർ. എന്നാൽ ഒരു കൂട്ടുകാരനാണെങ്കിൽ തന്റെ അച്ഛമ്മയുടെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു കുപ്പിയിലാക്കി കോളേജ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരും. ഇതൊന്നും അറിയാത്ത മറ്റൊരു കൂട്ടുകാരനാണെങ്കിൽ അത് മൂക്കിപ്പൊടിയാണെന്ന് കരുതി മൂക്കിലേക്ക് വലിച്ചു കയറ്റി. പിന്നെ പറയണോ, അച്ഛമ്മയുടെ ആത്മാവ് അവനൊപ്പം കൂടുകയാണ്. അച്ഛമ്മയ്ക്ക് ഒരാഗ്രഹമുണ്ട്, അത് നടത്തിയാൽ മാത്രമേ അച്ഛമ്മ തിരിച്ചു പോകൂ. പിന്നീട് നടന്നതോ രസകരമായ സംഭവങ്ങളായിരുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ ചെമ്പകത്ത് എന്ന തറവാട് വീടാണ് കാണിക്കുന്നത്. തറവാട്ടിൽ അമ്മ മരണപ്പെട്ട ആത്മാക്കൾക്കാണെങ്കിൽ ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ വീട്ടിലേക്ക് വരുന്ന മക്കളായ രാഘവനും രമേശനും അതൊട്ടും ഇഷ്ടമേ അല്ല. രാഷ്ട്രീയക്കാരായ അവർ ഇതിലൊന്നും വിശ്വസിക്കാത്തവരാ. പക്ഷേ അവരുടെ അമ്മ അങ്ങനെയല്ല. രാഘവന്റെ മകനാണ് സിദ്ധു. സിദ്ധു ആണെങ്കിലോ കോളേജ് വിദ്യാർത്ഥിയാ. അവൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നതും. സിദ്ധുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് പുണ്യാളനും ശങ്കരനും. ഈ പുണ്യാളൻ വേദിക എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലുമാണ്. കൂട്ടുകാർക്കൊപ്പം കോളേജ് ജീവിതം എൻജോയ് ചെയ്ത് പോകവേ ഒരിക്കൽ രാത്രി സിദ്ധുവിനൊരു കോൾ വരുന്നു. കോൾ എടുത്തതും സിദ്ധു ആകെ ഷോക്കായി നിൽക്കുകയാ. കൂട്ടുകാരെയൊക്കെ വിളിക്കുമ്പോഴോ ശങ്കരനാണെങ്കിൽ അടിച്ച് പൂസായി ഉറക്കത്തിലും പുണ്യാളൻ ടെറസിൽ പോയി തന്റെ കാമുകിയോട് കൊഞ്ചിക്കുഴയുന്നു. കൂട്ടുകാരെ ആരെയും കാണാത്തത് കൊണ്ട് തന്നെ സിദ്ധു മറ്റൊരു ഫ്രണ്ടിനോട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ആക്കി തരുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ സിദ്ധു കൂട്ടുകാരന്റെ ബൈക്കിൽ ബാഗുമൊക്കെ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകുന്നത് പുണ്യാളൻ കാണുന്നു. ഉടനെ തന്നെ സിദ്ധുവിന് പിന്നാലെ പുണ്യാളനും ഗ്യാങ്ങും കാറിൽ സിദ്ധുവിന്റെ നാട്ടിലേക്കും പോകും. സിദ്ധുവിന് എന്തോ വലിയ പ്രശ്നം സംഭവിച്ചെന്നാണ് അവർ കരുതിയിരിക്കുന്നതും. എന്നാൽ സിദ്ധുവിന്റെ വീട്ടില് അവന്റെ അച്ചമ്മ മരണപ്പെട്ടു പോയിരിക്കുകയാ. മക്കൾ രാഷ്ട്രീയക്കാരായതിനാൽ ഒരുപാട് നേതാക്കളെത്തി ജയ് വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് പുണ്യാളനും ഗ്യാങ്ങും അവിടേക്ക് എത്തുന്നതും. ഏതോ പാർട്ടി സമ്മേളനം നടക്കുകയാണെന്ന് കരുതി അവന്മാരും കൂടെ ജയ് വിളിക്കുന്നു. പിന്നെ അറിഞ്ഞത് സിദ്ധുവിന്റെ അച്ചമ്മ മരിച്ചതാണെന്നും. ചടങ്ങെല്ലാം കഴിയുന്നു. മക്കൾക്കാണെങ്കിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതിനാൽ കാര്യമായി ചടങ്ങൊന്നും നടത്തിയില്ല. സിദ്ധു തിരികെ പോകുവാനായി ഒരുങ്ങുമ്പോഴാണ് അച്ചച്ചൻ സിദ്ധുവിന് കാശ് കൊടുക്കുന്നതും. അച്ചമ്മ കാശ് കൊടുക്കുന്നത് പതിവാണ്, അത് മുടക്കണ്ട എന്നും അച്ചച്ചൻ കരുതിയിട്ടാ കാശ് കൊടുക്കുന്നത്. സിദ്ധുവിനോട് അച്ചമ്മയുടെ ചിതാഭസ്മം കാശിയിൽ ഒഴുക്കുമോ എന്നും അച്ചമ്മയുടെ ആഗ്രഹമാണതെന്നും അച്ചച്ചൻ പറയുന്നു. ആദ്യം സിദ്ധു തയ്യാറായില്ലെങ്കിലും പിന്നീട് അവന് പാവം തോന്നി അവൻ അതിന് സമ്മതിക്കുന്നു. അച്ചച്ചൻ കൊണ്ടുവരുന്നതോ വലിയൊരു കുടമാണ്. ഹോസ്റ്റലിലേക്ക് താനിതെങ്ങനെ കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് സിദ്ധു ചെറിയൊരു കുപ്പിയിലാക്കിയാണ് ചിതാഭസ്മം ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ഹോസ്റ്റലിലാണെങ്കിലോ പുണ്യാളനും ശങ്കരനും കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് അവിടെ മാകെ അന്വേഷിക്കവേ സിദ്ധുവിന്റെ ബാഗിലെ ചിതാഭസ്മത്തിന്റെ കുപ്പി കണ്ടു. മൂക്കിപ്പൊടിയായിരിക്കുമെന്ന് കരുതി പുണ്യാളൻ അതെടുത്തങ്ങ് വലിക്കും. അതോടെ പുണ്യാളനാണെങ്കിൽ ഉറക്കെ തുമ്മുകയാണ്. അവിടെ മാകെ കാറ്റ് വീശുവാനായും തുടങ്ങി. പുണ്യാളനാണെങ്കിലോ കിളി പറന്ന അവസ്ഥയിലും. മാത്രവുമല്ല രാമരാമ എന്നവൻ ചൊല്ലുന്നുമുണ്ട്. കൂടാതെ മൂക്കിൽ നിന്നും രക്തം വരുന്നത് കണ്ട് ശങ്കരൻ ആകെ പേടിച്ചു. പുണ്യാളനെ അവൻ തട്ടി വിളിച്ചപ്പോഴാണ് അവന് ബോധം വന്നത് തന്നെ. ആകെ പേടിച്ച ശങ്കരൻ ആ കുപ്പിയാണെങ്കിൽ പുറത്തേക്കെടുത്ത് എറിഞ്ഞു കളയുകയാണ്. സിദ്ധു ആണെങ്കിലോ ഇലക്ഷന് നിൽക്കുകയാണല്ലോ. ഇലക്ഷന്റെ ചർച്ച നടക്കുന്നിടത്തേക്ക് ശങ്കരൻ പുണ്യാളനെയും കൂട്ടിക്കൊണ്ടുവരും. സിദ്ധുവിനെ കണ്ട പുണ്യാളൻ സ്നേഹത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുന്നു. പിന്നെ നേരെയാകും. പുണ്യാളൻ എന്തോ പ്രശ്നമുണ്ടെന്ന് സിദ്ധുവിന് മനസ്സിലായി. മാത്രവുമല്ല ജൂനിയർ പിള്ളേരാണെങ്കിൽ ഓജോ ബോർഡ് കളിച്ചുകൊണ്ടിരിക്കവേ അവിടേക്ക് പുണ്യാളനും ശങ്കരനും എത്തും. പുണ്യാളൻ വന്നതും ഗ്ലാസ് തനിയെ ചലിക്കുവാനായും തുടങ്ങി. അത് കണ്ട് ദേഷ്യം വന്ന ശങ്കരനാണെങ്കിൽ ബോർഡ് തട്ടിത്തെറിപ്പിച്ചു. അടുത്ത ദിവസം രണ്ട് പാർട്ടി നേതാക്കളുടെയും പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രസംഗം നടക്കാൻ പോവുകയാ. ആദ്യത്തെ പാർട്ടി നന്നായി പ്രസംഗിച്ചു. അതിനുശേഷം സ്റ്റേജിലേക്ക് കയറിയ സിദ്ധുവിനെ എന്ത് പറയണമെന്നറിയാതെ പേടിച്ചു നിൽക്കുകയാ. ഉടനെ തന്നെ അവിടേക്ക് പുണ്യാളൻ വരികയും സിദ്ധുവിനെ മാറ്റിയിട്ട് പുണ്യാളൻ പ്രസംഗിക്കുവാനായും തുടങ്ങി. മാത്രവുമല്ല ഭഗവത്ഗീതയിലുള്ള കാര്യമൊക്കെ അവൻ പറയുന്നുണ്ട്. എല്ലാവരും അത് കേട്ട് ഞെട്ടിപ്പോകും. കയ്യടിയുടെ പെരുമഴയായിരുന്നു അവിടെ. എന്നാൽ എല്ലാം കഴിഞ്ഞെത്തുന്ന പുണ്യാളന് പ്രസംഗത്തിന്റെ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോഴാണ് താൻ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചോ എന്നും പുണ്യാളൻ ചിന്തിക്കുന്നത്. അവനൊരു കാര്യവും ഓർമ്മയേയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അച്ചച്ചൻ സിദ്ധുവിനെ വിളിച്ചിട്ട് ചിതാഭസ്മത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കും. എനിക്കതൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ ചെയ്യാമെന്നും സിദ്ധു പറയുന്നു. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞതും അച്ചമ്മയെക്കുറിച്ചാണ് സിദ്ധു ഓർക്കുന്നതും. അന്ന് രാത്രി ഉറങ്ങുവാനായി കിടന്ന സിദ്ധു അച്ചമ്മയെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ്. വെള്ളം കുടിക്കുവാനായി പോകുന്ന സമയത്തോ കണ്ണാ എന്നൊരു വിളി കേട്ടു. കണ്ണാടിയിലൂടെ നോക്കുന്ന സമയത്ത് ദേ പുണ്യാളന്റെ ബെഡിൽ അച്ചമ്മ ഇരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴോ പുണ്യാളനാണ്. പക്ഷേ അച്ചമ്മയുടെ ബോഡി ലാംഗ്വേജും. അവൻ അലറി വിളിച്ച് അവന്റെ ബോധം പോകും. പിള്ളേരൊക്കെ അവിടേക്ക് ഓടിക്കൂടും. മദ്യപിച്ചിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്നാണ് പിള്ളേരും സാറും ഒക്കെ കരുതിയത്. എല്ലാവരും പോയി കഴിഞ്ഞതും ഞെട്ടി ഉണർന്ന സിദ്ധു മുത്തശ്ശിയുടെ ചിതാഭസ്മം തിരയുന്നു.
മൂക്കിപ്പൊടിയാണെന്ന് കരുതി പുണ്യാളൻ അതെടുത്ത് വലിച്ചെന്നും മൂക്കിൽ നിന്നും ബ്ലഡ് വന്നെന്നും ഞാനെടുത്തത് പുറത്തേക്ക് കളഞ്ഞെന്നും ശങ്കരൻ പറയുന്നു. അത് കേട്ട് സിദ്ധുവിന് ഒരുപാട് ദേഷ്യം വരും. അത് അച്ചമ്മയുടെ ചിതാഭസ്മമാണെന്നും സിദ്ധു പറയുകയാണ്. അത് കേട്ട് ശങ്കരൻ ഞെട്ടിപ്പോകുന്നു. അതേസമയം സിദ്ധുവും ശങ്കരനും കണ്ണാടിയിലൂടെ നോക്കുമ്പോഴോ പുണ്യാളനെ അച്ചമ്മയായാണ് കാണുന്നത്. രണ്ടാളും പേടിച്ച് വിറയ്ക്കുക. അന്നേ ദിവസം രാത്രി എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം രാവിലെ ഉണരുമ്പോൾ റൂമൊക്കെ വൃത്തിയാക്കി ഇട്ടിരിക്കുക. മാത്രവുമല്ല സുപ്രഭാതവും ഒക്കെ കേൾക്കുന്നുണ്ട്. ബെഡിൽ നോക്കുമ്പോഴോ പുണ്യാളനെ കാണുന്നില്ല. പുണ്യാളനെ സിദ്ധുവും ശങ്കരൻ ചേർന്ന് അവിടെ മാകെ അന്വേഷിക്കും. അപ്പോൾ അവർ കാണുന്ന കാഴ്ച ബാത്റൂമിൽ നിന്നും കുളിച്ചിട്ടിറങ്ങി വരുന്ന പുണ്യാളനെയാണ്. അതും മുലക്കച്ചയൊക്കെ കെട്ടിയാണ് ഇറങ്ങി വരുന്നതും. അച്ചമ്മ എന്ന് സിദ്ധു പറയുന്നുമുണ്ട്. എന്നിട്ട് റൂമിൽ വന്നതിന് ശേഷം പുണ്യാളനാണെങ്കിലോ ചുവന്ന വട്ട പൊട്ടയ്ക്ക് തൊടുകയും ചെയ്യുന്നു. ഇത് ഓപ്പോസിറ്റ് റൂമിലുണ്ടായിരുന്ന ദിനിൽ കാണുകയാണ്. ദിനിലിന് ഈ പുണ്യാളനോടും സിദ്ധുവിനോടും ശങ്കരനോടുമൊക്കെ വല്ലാത്ത ദേഷ്യമാ. മാത്രവുമല്ല പുണ്യാളന്റെ കാമുകിയായിട്ടുള്ള വേദികയുടെ ബെസ്റ്റ് കൂടിയാണ് ഈ ദിനിൽ. ദിനിലാണെങ്കിൽ അതൊക്കെ വീഡിയോ എടുക്കുവാനായും ശ്രമിക്കുന്നു. അത് കാണുന്ന സിദ്ധു ജനൽ അടച്ചു കളയുകയാണ് ചെയ്തതും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം പുണ്യാളനെ വേദികയുമായിട്ട് സംസാരിക്കാനോ പുണ്യാളനെ ഒറ്റയ്ക്ക് വിടുവാൻ പോലും സിദ്ധുവും ശങ്കരനും തയ്യാറാകുന്നതേയില്ല. പക്ഷേ പുണ്യാളന് തന്റെ പ്രശ്നവും അറിയാൻ വയ്യ. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുടെ ഇലക്ഷനൊക്കെ നടന്ന് റിസൾട്ട് വരുവാനായും പോവുക. എല്ലാവരും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. ജയിച്ചതോ സിദ്ധുവായിരുന്നു. അതേസമയം തന്നെയായിരുന്നു വേദികയെ മാറ്റി നിർത്തി ദിനിലാണെങ്കിൽ ഒരു കാര്യം അവളോട് പറയുന്നു. നിന്റെ കാമുകനില്ലേ ആ പുണ്യാളൻ, അവനൊരു ഗേ ആണെന്നാ തോന്നുന്നത്. ഒന്നുകിൽ ഗേ ആയിരിക്കും, അല്ലെങ്കിൽ അവൻ ബൈസെക്ഷൽ ആയിരിക്കും. അതാ നിന്നോടവൻ അധികം അടുപ്പം കാണിക്കാത്തതെന്നും ദിനിൽ പറയുന്നു. അത് കേട്ടതും വേദികയ്ക്ക് ആകെ ദേഷ്യമാകും. വേദിക നോക്കുമ്പോൾ കാണുന്ന കാഴ്ച റിസൾട്ട് വന്നതിന്റെ സന്തോഷത്തിൽ പുണ്യാളനാണെങ്കിൽ സിദ്ധുവിനെയും ശങ്കറിനെയും കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. അപ്പോൾ ദിനിൽ പറഞ്ഞത് സത്യമാണെന്ന് അവൾ വിശ്വസിക്കും. ദിനിൽ പറഞ്ഞത് സത്യമാണോ ഇല്ലേ എന്നുള്ളത് അവൾക്ക് കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ വേദിക പുണ്യാളനെ മാറ്റി നിർത്തിയിട്ട്, നീ പലതവണ എന്നോട് വീട്ടിൽ വരട്ടെ എന്ന് ചോദിച്ചിട്ടില്ലേ, ഇന്ന് രാത്രി നീ എന്റെ വീട്ടിലേക്ക് വരണമെന്നും വേദിക പറയും. അത് കേട്ട് പുണ്യാളൻ ഒരുപാട് സന്തോഷമായി. രാത്രി പോകുവാൻ വേണ്ടിയിട്ട് പുണ്യാളൻ റെഡിയാവുകയായിരുന്നു. പോകണ്ടെന്ന് പലതവണയും സിദ്ധുവും ശങ്കരനും പറയും. എന്നാൽ അതൊന്നും പുണ്യാളൻ കേൾക്കാൻ തയ്യാറായതേയില്ല. പുണ്യാളൻ പോകുന്നതെല്ലാം ദിനിൽ ഒളിച്ചു നിന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ പുണ്യാളൻ അവളുടെ വീട്ടിലേക്കെത്തി. അന്നേ ദിവസം വേദികയുടെ അച്ഛനും അമ്മയും വീട്ടിലില്ലായിരുന്നു. അവർ അമ്പലത്തിലേക്ക് പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞേ എത്തൂ. ആ ഒരു ധൈര്യത്തിലാണ് വേദിക പുണ്യാളനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതും. അവർ രണ്ടുപേരും പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് കരുതിയിരിക്കുന്ന സമയം. എന്നാൽ ദിനിലിനാണെങ്കിൽ ഉറക്കം വരുന്നതേയില്ല. അവനിട്ട് പണി കൊടുക്കണമെന്നും ദിനിൽ തീരുമാനിക്കും. ഉടനെ തന്നെ വേദികയുടെ അച്ഛനെ വിളിച്ചിട്ട്, ഞാൻ നിങ്ങളുടെ ഒരു ഫാനാണ്. നിങ്ങളുടെ മകൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പയ്യനെ വിളിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു അച്ഛനാ, ഇനി ഒരു മുത്തശ്ശനാകണ്ട എന്നുണ്ടെങ്കിൽ എത്രയും വേഗം വീട്ടിലേക്ക് ചെല്ലുവാനായിട്ടും ദിനിൽ പാര വെച്ചു കൊടുക്കുന്നു. ഉടനെ തന്നെ അച്ഛനാണെങ്കിൽ നിന്റെ മോളെ നോക്കിക്കോ എന്ന് പറഞ്ഞ് വീണ്ടും കാറെടുത്ത് വീട്ടിലേക്ക് പോകുന്നു. അതേസമയം പുണ്യാളിന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് വേദികയുടെ വീടിന് മുന്നിലായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് സിദ്ധുവും ശങ്കരനും. അപ്പോഴാണ് വേദികയുടെ അച്ഛൻ തിരികെ വരുന്നത് അവർ കാണുന്നതും. അവരവിടെ നിന്നും ഒളിച്ചു നിൽക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു പരിപാടി തുടങ്ങുവാനായി പോകുന്ന പുണ്യാളനാണെങ്കിൽ ഉറക്കെ തുമ്മുന്നതും. അപ്പോഴേക്കും പുണ്യാളന്റെ ദേഹത്തേക്ക് അച്ചമ്മയും കയറിയിരുന്നു. വേദികയെ തള്ളിമാറ്റിയ പുണ്യാളനാണെങ്കിൽ, ഇങ്ങനെയാണോടി നിന്നെ അച്ഛനും അമ്മയും വളർത്തിയിരിക്കുന്നത്? ഒരു കുട്ടി നിക്കറൊക്കെ ഇട്ട് ഒരു പയ്യനെ വീട്ടിൽ വിളിച്ച് കയറ്റിയിരിക്കുന്നു. നിന്റെ അച്ഛനും അമ്മയും എവിടെയിടിയെന്ന് പുണ്യാളൻ ചോദിക്കുന്നു. ബോഡി ലാംഗ്വേജൊക്കെ അച്ചമ്മയുടേത് തന്നെയായിരുന്നു. നിനക്ക് എന്താടാ പറ്റിയതെന്നൊക്കെ വേദിക ചോദിക്കും. അതേ സമയത്തായിരുന്നു തന്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നത് വേദികയ്ക്ക് മനസ്സിലായതും. അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നു എന്നറിഞ്ഞ പുണ്യാളനാണെങ്കിൽ ഉടനെ തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. അച്ഛനും അമ്മയും കോളിംഗ് ബെല്ലടിക്കുമ്പോൾ കതക് തുറന്നത് പുണ്യാളനും. ഇങ്ങനെയാണോടാ നിന്റെ മകളെ നീ വളർത്തുന്നതെന്ന് പുണ്യാളൻ അച്ഛനോട് ചോദിക്കുന്നു. ഇനി അവന്റെ വായിൽ നിന്നും കൂടുതൽ എന്തെങ്കിലും വീഴുമെന്ന് പേടിച്ച് വേദിക വന്ന് അവിടെയുണ്ടായിരുന്ന ഒരു ഫ്ലവർ ബോട്ടിൽ എടുത്ത് അവന്റെ തലക്കടിച്ചു. അവന്റെ ബോധം പോവുകയാണ്. ഉടനെ തന്നെ സിദ്ധുവും ശങ്കരനും അവിടേക്ക് വരും. നീയൊക്കെ ആരാന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, ഞങ്ങളെ ഇതുവഴി പോയപ്പോൾ പരിചയമുള്ളൊരു ശബ്ദം കേട്ടു, അതാ വന്നതെന്നും അവർ പറയുന്നു. അച്ഛനാണെങ്കിൽ വേദികയെ തന്നെ രൂക്ഷമായി നോക്കുകയാ. അങ്ങനെ പുണ്യാളനെ അവർ ഹോസ്റ്റലിലേക്ക് എടുത്തുകൊണ്ടുവരും. പുണ്യാളനാണെങ്കിൽ ആദ്യ സങ്കടം. എന്താണ് അവിടെ സംഭവിച്ചതെന്നൊന്നും അവനെ അറിയാനേ വയ്യ. അവന്റെ തലയ്ക്ക് അവർ ചൂടൊക്കെ വെച്ചു കൊടുക്കുകയാണ്. എന്താണ് സംഭവിച്ചെന്ന് പുണ്യാളൻ ചോദിക്കുമ്പോൾ സിദ്ധുവും ശങ്കരനും നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. പുണ്യാളൻ ആകെ ഞെട്ടിപ്പോവുകയാ.
നിന്റെ അച്ഛമ്മ എന്തിനാ എന്റെ ദേഹത്തേക്ക് കയറിയത്? അവരെ കാരണം വേദിക വരെ എന്നെ വിട്ടിട്ട് പോയി. അവൾ ദേ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അവരെപ്പോഴാ എന്റെ ദേഹത്തേക്ക് വരുന്നതെന്ന് പുണ്യാളൻ ചോദിക്കുമ്പോൾ നീ തുമ്മുമ്പോഴാ അവർ വരുന്നതെന്നും സിദ്ധുവും ശങ്കരനും പറയുന്നു. അങ്ങനെ പുണ്യാളനാണെങ്കിലോ അവിടെ ഇരുന്ന പഴയ ബുക്കൊക്കെ എടുത്ത് മണപ്പിക്കുകയും മൂക്കിനുള്ളിലേക്ക് നൂലൊക്കെ കടത്തി നോക്കി. ഒരുപാട് തുമ്മും. എന്നിട്ടും അച്ഛമ്മ വന്നതേയില്ല. അവനാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ. അന്നേ ദിവസം അവൻ ഉറങ്ങിയിട്ടേയില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ അവർക്കൊപ്പം പഠിക്കുന്ന ഒരു ബ്രാഹ്മണനായിട്ടുള്ള പയ്യനുണ്ട്. അവന്റെ റൂമിലേക്ക് എത്തും. ഈ മരിച്ചുപോയ ആത്മാക്കളൊക്കെ ഒഴിഞ്ഞു പോകുവാനായിട്ട് എന്താ ചെയ്യേണ്ടെന്ന് അവനോട് ചോദിക്കുമ്പോൾ മരണപ്പെട്ടുപോയ ആത്മാക്കൾക്കൊക്കെ മരണാനന്തര ചടങ്ങ് നന്നായിട്ട് നടത്തണം. എനിക്കതേ അറിയാവൂ. അല്ലാതെ വേറെന്തെങ്കിലും അറിയണമെങ്കിൽ ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. അവിടെ പോയി ചോദിച്ചു നോക്കുവാനായിട്ടും ആ പയ്യൻ പറയുന്നു. അത് കേട്ട് പുണ്യാളനും ശങ്കരനും സിദ്ധുവും നേരെ പോകുന്നത് ആ പയ്യൻ പറഞ്ഞ ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിലേക്ക് കയറാത്ത പുണ്യാളൻ സിദ്ധുവിനെയും ശങ്കരനെയുമാണ് അവിടേക്ക് പറഞ്ഞു വിട്ടതും. പൂജാരി എന്തൊക്കെയോ പ്രതിവിധിയൊക്കെ പറഞ്ഞു കൊടുക്കും. തിരികെ വരുന്ന സമയത്ത് പുണ്യാളനെ കാണുന്നില്ല. എന്നാൽ ബീച്ചിന് സൈഡിലേക്ക് ആളുകളൊക്കെ ഓടിപ്പോകുന്നത് സിദ്ധുവും ശങ്കരനും കാണുന്നു. പുണ്യാളൻ അവിടെ നിൽക്കുകയാ. പുണ്യാളന്റെ ദേഹത്ത് അച്ചമ്മ കയറിയിരുന്നു. ഒരു കാമുകനും കാമുകിയും ബീച്ചിലിരുന്ന് കിസ്സടിക്കുന്നത് പുണ്യാളൻ കണ്ടതോടുകൂടി അച്ചമ്മ ദേഹത്ത് കയറിയതുകൊണ്ട് അതാകെ പ്രശ്നമാക്കുകയാണ്. മാത്രമല്ല ആ പെൺകുട്ടിയെ പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്യും. പെൺകുട്ടിയാണെങ്കിലോ അവിടെ നിന്നും ലൈവ് വീഡിയോ ഇടുകയാണ്. സദാചാരം പറഞ്ഞു വന്നിരിക്കുന്നത് ഒരു പയ്യനാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ മുഖമൊക്കെ കാണിക്കുന്നു. അതോടുകൂടി സിദ്ധുവും പുണ്യാളനും ശങ്കരനുമൊക്കെ ആകെ പെട്ട അവസ്ഥയാണ്. ആ ഒരു വീഡിയോ വൈറലാവാനായും തുടങ്ങി. വീഡിയോ വൈറലായതോടുകൂടി സിദ്ധുവിനോടും പുണ്യാളനോടും ശങ്കരനോടും ദേഷ്യമുണ്ടായിരുന്ന ദിനിലും കൂട്ടരും അവരുടെ റൂമൊക്കെ നശിപ്പിക്കുകയാണ്. മാത്രവുമല്ല പോലീസ് അവരുടെ പേരിൽ കേസെടുത്തിട്ടുമുണ്ട്. എന്നാൽ സിദ്ധുവും പുണ്യാളനും ശങ്കരനും ഒളിച്ചു താമസിക്കുന്നതോ വാർഡന്റെ വീട്ടിലായിരുന്നു. ഈ വിവരമൊക്കെ അറിഞ്ഞ് സിദ്ധുവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് സിദ്ധുവിന്റെ അച്ഛന്റെ സഹോദരനായ രമേശൻ എത്തുന്നു. രമേശിനോട് നടന്ന കാര്യങ്ങളെല്ലാം സിദ്ധുവും ശങ്കരനും പറയും. പുണ്യാളന്റെ ദേഹത്ത് തന്റെ അമ്മയുടെ ആത്മാവാണുള്ളതെന്ന് മനസ്സിലാക്കിയ രമേശനാണെങ്കിൽ ഞാൻ പോയി ഒന്ന് അമ്മയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് പുണ്യാളിനെ കാണുവാനായിട്ട് റൂമിലേക്ക് എത്തി. അപ്പോഴേക്കും പുണ്യാളന്റെ ദേഹത്ത് അച്ചമ്മയുടെ ആത്മാവുണ്ടായിരുന്നു. അമ്മ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അമ്മ എന്തായാലും സ്വത്തൊക്കെ എഴുതി വെച്ചപ്പോൾ എന്റെ പേരിൽ ആകെ കിട്ടിയത് ആ ഒരു ഒട്ടും ഉപയോഗമില്ലാത്ത വസ്തുവാണെന്നൊക്കെ രമേശൻ പറയുമ്പോൾ അത് കേട്ട് മറുപടിയായിട്ട് അച്ചമ്മ പറയുന്നത് കുടുംബശ്രീയിൽ നിന്ന് കിട്ടിയ കാശ് ഞാൻ അവിടെ വെച്ചിരുന്നു. ഞാൻ മരിച്ച ഉടനെ തന്നെ നിങ്ങളൊക്കെ ആ കാശ് എടുത്തില്ലേ എന്നാണ്. അത് കേട്ടതും രമേശൻ ഞെട്ടിപ്പോകുന്നു. രമേശൻ പേടിച്ച് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കുക. എന്നാൽ പുറത്തേക്ക് പുണ്യാളിനും എത്തുന്നുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ദോഷം ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല വന്നത്. എന്തായാലും എനിക്ക് തിരിച്ചു പോകുവാനായിട്ട് കുറച്ച് സമയം കൂടി വേണം. അത് കഴിയുമ്പോൾ ഞാൻ പൊയ്ക്കോളാമെന്നും അച്ചമ്മ പറയുന്നു. അച്ചമ്മയ്ക്ക് എന്താണ് ആഗ്രഹം അത് ഞങ്ങൾ നടത്തി തരാമെന്ന് സിദ്ധു പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നായിരുന്നു അച്ചമ്മയുടെ മറുപടി. പുണ്യാളന്റെ ശബ്ദമൊക്കെ മാറി അച്ചമ്മയുടെ ശബ്ദമൊക്കെ വന്നിരുന്നു. അത് കേട്ടാണ് എല്ലാവരും പേടിച്ചു നിൽക്കുന്നതും. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാത്രവുമല്ല ഇവരുടെ പേരിൽ കേസായതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവരെ ജാമ്യത്തിൽ എടുക്കണമെന്നുള്ള കാര്യവും വാർഡൻ പറയുന്നു. രമേശനാണെങ്കിലോ പാർട്ടിയിലുള്ള ഒരു വക്കീലിനെ ഏർപ്പാടാക്കുകയാണ്. അടുത്ത ദിവസം ഇവർക്ക് ജാമ്യം കിട്ടും. വക്കീൽ പറയുന്നത് ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ പുണ്യാളന് ഡിപ്രഷനാണെന്നുള്ളതിന്റെ സൈക്യാട്രിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നാണ് വക്കീൽ പറഞ്ഞതും. കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പുണ്യാളൻ പ്രശ്നമുണ്ടാക്കിയ ആ പെൺകുട്ടിയും മീഡിയക്കാരും അവളുടെ കൂട്ടുകാരും ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അവരാണെങ്കിൽ പുണ്യാളനെയും കൂട്ടരെയും കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നതും. എന്നാൽ ഇതെല്ലാം അവിടെ നിന്ന് വേദിക കാണുന്നുണ്ടായിരുന്നു. വേദിക ഉടനെ തന്നെ പുണ്യാളിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്തായാലും അടുത്തൊരു ചാൻസ് കൂടി ഞാൻ തരാം. പക്ഷേ നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അതെന്താണെന്ന് നീ എന്നോട് തുറന്നു പറയണമെന്നും വേദിക പറയുന്നു. വേദികയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അതിനുശേഷം നേരെ പോകുന്നത് അവർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്ന സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്കാണ്. സൈക്യാട്രിസ്റ്റിന്റെ വീട് ഒരു ദുരൂഹത നിറഞ്ഞതായിരുന്നു. കണ്ടിട്ട് തന്നെ 4 പേർക്കും പേടിയായി. ഇനി ഇത് വല്ല സൈക്യാട്രിസ്റ്റും തന്നെയാണോ അതോ വേറെന്തെങ്കിലും ആണോ എന്നൊക്കെ അവർക്ക് സംശയമുണ്ടായി. റോമിൽ നിന്ന് വന്ന സൈക്യാട്രിസ്റ്റ് ആയിരുന്നു അത്. മാത്രവുമല്ല പാരാനോർമൽ ആക്ടിവിസ്റ്റ് കൂടിയാണ്. അതിൻ്റെതായിട്ടുള്ള ഉപകരണങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. 4 പേരും അകത്തേക്ക് കടക്കുകയാണ്. കഥക് തുറന്നു കൊടുത്തത് സൈക്യാട്രിസ്റ്റിന്റെ വൈഫായിരുന്നു. എന്നാൽ പുണ്യാളിനകത്തേക്ക് കടന്നതും പാരാനോർമൽ ആക്ടിവിസ്റ്റും സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആ ഒരു ഡോക്ടറിന്റെ കയ്യിലുണ്ടായിരുന്ന ഉപകരണമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അലാറം അടിക്കുവാനായിട്ടും തുടങ്ങി. അതോടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം ആ ഒരു സൈക്യാട്രിസ്റ്റിന് മനസ്സിലായി. സൈക്യാട്രിസ്റ്റ് അടുത്തേക്ക് വന്നിരുന്നിട്ട് അവരോട് 4 പേരോടും ചോദിക്കുന്നത് അമ്മയാണോ അച്ഛനാണോ കാമുകിയോ ഭാര്യയോ ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ അച്ഛമ്മയാണെന്നാണ് സിദ്ധുവിന്റെ മറുപടി. അല്ല ഇത് എങ്ങനെയാ ദേഹത്തേക്ക് കയറിയത്? ഓജോ ബോർഡ് കളിച്ച് വല്ലതുമാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അച്ഛമ്മയുടെ ചിതാഭസ്മം മൂക്കിലേക്ക് വലിച്ചു കയറ്റിയത് കൊണ്ടാ ഇവനിങ്ങനെ ആയതെന്നും സിദ്ധു പറയുന്നു. അങ്ങനെ സൈക്യാട്രിസ്റ്റ് 4 പേരെയും കൂട്ടി നേരെ പോകുന്നത് സൈക്യാട്രിസ്റ്റിന്റെ രഹസ്യ സങ്കേതത്തിലേക്ക്. അവിടെ ഒരുപാട് ആത്മാക്കളേക്ക് തളച്ചിരിക്കുന്ന കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അച്ഛമ്മയോടൊന്ന് സംസാരിക്കണമെന്നും സൈക്യാട്രിസ്റ്റ് പറയുന്നു. എന്നിട്ട് അച്ഛമ്മയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തുകയാണ്.
ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എന്റെ ആഗ്രഹം നിറവേറ്റാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന്. എന്താഗ്രഹമാണെന്ന് സൈക്യാട്രിസ്റ്റ് ചോദിക്കുമ്പോൾ അതൊന്ന് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നും അച്ചമ്മ പറയുന്നു. എന്താഗ്രഹമായിരുന്നാലും പറഞ്ഞോളൂ, ഞങ്ങൾ നടത്തിത്തരാമെന്നും സൈക്യാട്രിസ്റ്റ് പറയുന്നു. എനിക്ക് എന്റെ ഭർത്താവിനെ കൊല്ലണമെന്നായിരുന്നു അച്ചമ്മയുടെ മറുപടിയും. അത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവും. സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അച്ചമ്മയുടെ ആത്മാവ് തിരികെ വന്നതെന്ന് മനസ്സിലാക്കി സൈക്യാട്രിസ്റ്റ് പൊട്ടിച്ചിരിക്കുന്നു. അച്ചമ്മയുടെ ആത്മാവിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിനു ശേഷം സൈക്യാട്രിസ്റ്റ് 4 പേരോടുമായിട്ട് ഒരു കാര്യം പറയുന്നു. അച്ചമ്മയുടെ ആത്മാവിനെ ഇവന്റെ ദേഹത്ത് നിന്ന് പറഞ്ഞു വിടണമെങ്കിൽ ചെറിയൊരു കർമ്മം നടത്തണം. ആ ഒരു കർമ്മം നടത്തണമെങ്കിൽ അച്ചമ്മയുടെ മുടിയോ നഖമോ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് പറയും. പക്ഷേ അച്ചമ്മയുടെ ഡെഡ് ബോഡി കത്തിച്ചു കളഞ്ഞത് കൊണ്ട് തന്നെ അതിന് കിട്ടാൻ വഴിയില്ല എന്ന് സിദ്ധു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ചിതാഭസ്മം മതി എന്നും സൈക്യാട്രിസ്റ്റ് പറയും. ചിതാഭസ്മം എടുക്കുവാനായിട്ടും അവർ പോകുകയാണ്. സിദ്ധു കൊണ്ടുവന്ന ചിതാഭസ്മം നഷ്ടമായത് കൊണ്ട് തന്നെ ഇനി മുത്തശ്ശന്റെ കയ്യിലുള്ള ചിതാഭസ്മം വാങ്ങുവാനായിട്ട് 4 പേരും നാട്ടിലേക്ക് പോകുന്നു. വളരെ റിസ്ക് എടുത്താണ് പുണ്യാളനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാലും അവർ 4 പേരും നാട്ടിലേക്ക് എത്തും. ഉറങ്ങുകയായിരുന്ന പുണ്യാളനെ കാറിലിരുത്തിയിട്ടാണ് ബാക്കി 3 പേരും പുറത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ ഉറക്കമുണർന്ന പുണ്യാളൻ കാണുന്നത് സിദ്ധുവിന്റെ അച്ഛനാണെങ്കിൽ അടുത്ത വീട്ടിലെ സ്ത്രീയോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്നത്, തൊട്ടു തലോടിയൊക്കെയാണ് സംസാരിക്കുന്നത്. അത് കണ്ടതും പുണ്യാളന്റെ ദേഹത്തേക്ക് അച്ചമ്മയുടെ ആത്മാവ് കയറുന്നു. കുറെ കഴിഞ്ഞതും കരച്ചിലും വിളിയും ബഹളവും ഒക്കെ കേൾക്കുന്നത്. ഇത് എവിടെ നിന്നാ കേൾക്കുന്നതെന്ന് അറിയാൻ വയ്യാതെ 3 കൂട്ടുകാരും പിന്നെ രമേശിനും കൂടി അവിടേക്ക് ഓടി ചെല്ലുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച, പുണ്യാളനാണെങ്കിലോ അടുത്ത വീട്ടിലെ സ്ത്രീയെ മടലും കൊണ്ട് ഓടിക്കുന്നു. മാത്രമല്ല അച്ഛനാണെങ്കിൽ മോഡേൺ വേഷത്തിലാണ് നിൽക്കുന്നത്. അത് കണ്ട് സിദ്ധു ഞെട്ടിപ്പോകും. അച്ചമ്മ മരിച്ചതിന് ശേഷം അച്ഛന്റെ മാറ്റം കണ്ടാണ് അവൻ ഞെട്ടി നിൽക്കുന്നത്. എന്നെ നോക്കി നിൽക്കാതെ അവനെ പോയി പിടിയടാ എന്നാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് പുണ്യാളനെ പിടികൂടുന്നു. പുണ്യാളനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ഇവന് മാനസിക പ്രശ്നമാ, അത് ഇങ്ങനെയൊക്കെ, വേറൊന്നും തോന്നരുതെന്ന് ആ സ്ത്രീയുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് അവർ പുണ്യാളിനെയും കൊണ്ട് പോകുന്നത്. അച്ഛൻ അവിടെ നിന്ന് ആകെ ബഹളം. ഇവൻ എന്താ കാണിച്ചത്? ആ പാവ സ്ത്രീയെ അടിക്കുവാനായി ഓടിച്ചിരിക്കുന്നു. ഇവൻ എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് മാനസിക പ്രശ്നമാണെന്ന് അവരോടും പറയുന്നു. എന്നാൽ അത് കേട്ടതും അച്ഛന്റെ ഈ ഒരു പെരുമാറ്റമൊക്കെ കണ്ട് പുണ്യാളന്റെ ദേഹത്തുണ്ടായിരുന്ന അച്ചമ്മയ്ക്ക് അത് സഹിച്ചില്ല. അച്ചമ്മയാണെങ്കിൽ വയലന്റ് ആവുകയാണ്. അച്ചമ്മ ദേഷ്യപ്പെടുമ്പോൾ പുണ്യാളന്റെ വായിൽ നിന്നും അച്ചമ്മയുടെ ശബ്ദം കേട്ട അച്ഛനാണെങ്കിൽ ബോധം കെട്ട് വീഴുന്നു. അങ്ങനെ അച്ഛനെ കസേരയിൽ പിടിച്ചിരുത്തിരിക്കുക. ബോധം വന്ന അച്ഛനോട് കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. മാത്രമല്ല ഇപ്പോൾ വീട്ടിലെല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പുണ്യാളനെ കെട്ടിയിട്ടിരിക്കുകയും ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അവർ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ചിതാഭസ്മം എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് രമേശനാണെങ്കിൽ ബാക്കിയുള്ള ചിതാഭസ്മം എടുത്താണ് രമേശൻ സ്മാരകം കിട്ടിയിരിക്കുന്നത്. അതറിയുന്ന എല്ലാവർക്കും ദേഷ്യം വരും. മാത്രമല്ല അതേസമയം പുണ്യാളനെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. രമേശന്റെ മകനാണെങ്കിൽ പുണ്യാളന്റെ അടുത്തേക്ക് വരും. തന്നെ അഴിച്ചു വിടുവാനായിട്ട് പുണ്യാളന് പറയുന്നു. അവന്റെ കൂട്ടുകാരാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു പുണ്യാളൻ തുമ്മുന്നത് അവർ കേൾക്കുന്നത്. പുണ്യാളന്റെ ദേഹത്തേക്ക് അച്ചമ്മ വന്നു എന്നുള്ള കാര്യം ബാക്കി കൂട്ടുകാർക്കും മനസ്സിലായി. പുണ്യാളൻ നേരെ ചെല്ലുന്നത് അച്ഛനടുത്തേക്കും. പുണ്യാളൻ വരുന്നത് കണ്ട് അച്ഛൻ അവിടെ നിന്നും ഓടിപ്പോയി തന്റെ റൂമിൽ കയറി കഥ കടയ്ക്കും. പുണ്യാളനെ എങ്ങനെയെങ്കിലും അച്ഛനെ കയ്യിൽ കിട്ടിയാൽ കൊല്ലണം. പുണ്യാളനല്ല, സത്യത്തിൽ പുണ്യാളന്റെ ദേഹത്ത് കൂടിയിരിക്കുന്ന അച്ചമ്മയ്ക്ക്. അച്ഛൻ പറയുന്നുണ്ട് ഇനിയെങ്കിലും എനിക്കൊരു സമാധാനം വേണം. ഇത്രയും നാള് നീ എനിക്ക് സമാധാനം തന്നിട്ടില്ല എന്ന് പറഞ്ഞാണ് അച്ഛൻ ബഹളം ഉണ്ടാക്കുന്നത്. അത് കേട്ട് അച്ചമ്മ പറയുന്നത് ഞാൻ സാധാരണയായിട്ട് മരിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നു. അപ്പോഴാണ് അച്ചമ്മയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നത്. മരിക്കുന്നതിന്റെ അന്ന് രാത്രി അച്ചമ്മയും അച്ഛനും ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയായിരുന്നു. അച്ഛനാണെങ്കിൽ അയൽ വീട്ടിലെ സ്ത്രീയെ കൊതിയോടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. അച്ചമ്മ വന്നിരുന്ന് കഴിക്കുവാനൊക്കെ പറയും. മാത്രവുമല്ല ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ചമ്മ അച്ഛനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അച്ഛനാണെങ്കിൽ ആകെ ദേഷ്യമാണ്. അതേസമയം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കവേ അച്ചമ്മയ്ക്കാണെങ്കിൽ തൊണ്ടയിൽ ആഹാരം കുടുങ്ങുന്നു. വെള്ളമെടുത്ത് തരുവാനായിട്ട് അച്ചമ്മ പലതവണയായിട്ട് പറഞ്ഞു. അവസാനം അച്ഛൻ വന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് അച്ചമ്മ തലയിൽ തട്ടും. അച്ഛനാണെങ്കിലോ തലയിൽ ഉറക്കെ അടിക്കുന്നു. അതോടുകൂടിയാണ് അച്ചമ്മ മരണപ്പെട്ടു പോകുന്നത്. അത് കേട്ട് സിദ്ധുവും ശങ്കരനും വേദികയും ഒക്കെ ഞെട്ടിപ്പോകുന്നു. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ, അവളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതല്ലേ എന്ന് അച്ഛൻ ചോദിക്കുന്നു. അത് കേട്ട് അച്ചമ്മയാണെങ്കിൽ വയലന്റ് ആയിക്കൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും അച്ഛനെ കൊല്ലണം. അച്ഛനെ കൊന്നു കഴിഞ്ഞാൽ മാത്രമേ അച്ചമ്മയുടെ ആത്മാവ് ഭൂമിയിൽ നിന്ന് പോകൂ എന്ന് പറഞ്ഞ് നിൽക്കുക. അതേസമയം തന്നെയായിരുന്നു 2 മക്കളും അവിടേക്ക് വരുന്നത്. അച്ചമ്മയെ പിടികൂടുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ അതേസമയം തന്നെ പിറകിലൂടെ വന്ന് അച്ഛനാണെങ്കിൽ പുണ്യാളന്റെ തലക്കടിക്കും. പുണ്യാളന്റെ ബോധവും പോവുകയാണ്.
അപ്പോഴായിരുന്നു ശങ്കരന് ഹോസ്റ്റലിൽ നിന്നും താൻ വലിച്ചെറിഞ്ഞ ആ ഒരു മൂക്കിപ്പൊടിയുടെ ടിന്നുണ്ടല്ലോ, അതിനുള്ളിലാണ് ചിതാഭസ്മമെന്നും അത് ആ പരിസരത്ത് തന്നെ കാണുമെന്നുള്ള കാര്യം ഓർമ്മ വന്നത്. ഉടനെ തന്നെ 4 പേരും ഹോസ്റ്റലിലേക്കും പോകുന്നു. അവിടെ മാകെ അന്വേഷിക്കുന്ന സമയത്ത് അവിടെ നിന്നും ഒരു ചെറിയൊരു ഡെപ്പ കിട്ടുകയാണ്. അതേസമയമായിരുന്നു 4 പേരും അവിടേക്കെത്തി അന്വേഷിക്കുന്നതെല്ലാം ദിനിലും കൂട്ടരും മറ്റുള്ള പിള്ളേരും കാണുന്നത്. അവർക്ക് ഓൾറെഡി ഒരു കേസുള്ളത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും ചേർന്ന് അവരെ തല്ലി ചതയ്ക്കുവാനായും എത്തുന്നു. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. 3 പേരെയും എല്ലാവരും ചേർന്ന് തല്ലി ചതയ്ക്കുന്നു. വേദികയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാ. എന്നാൽ അതേ സമയമായിരുന്നു പുണ്യാളന്റെ ദേഹത്തേക്ക് അച്ചമ്മ കൂടുന്നതും. അച്ചമ്മ കയറിയതോടുകൂടി പുണ്യാളൻ എല്ലാവരെയും അടിച്ചോടിക്കുകയാണ്. വലിയ ഫൈറ്റ് നടക്കും. അതേസമയം പുണ്യാളന്റെ അച്ഛനും അമ്മയും അവിടേക്ക് വരും. മോനെ, നിനക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും പുണ്യാളനെ പിടിക്കുന്ന സമയത്ത് പുണ്യാളന്റെ ദേഹത്ത് അച്ചമ്മയാണല്ലോ ഉള്ളത്. പുണ്യാളൻ തന്റെ അച്ഛനിട്ട് ഒരു ചവിട്ടങ്ങ് കൊടുക്കുന്നു. അതിനുശേഷം അടിയെല്ലാം കഴിഞ്ഞിട്ട് 4 പേരും കൂടി നേരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് എത്തണം. 12 മണിക്കകം പൂജ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആകെ കുഴപ്പമാണെന്നുള്ള കാര്യം സൈക്യാട്രിസ്റ്റ് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ അവർ പോകുവാനായി ഇറങ്ങും. അവിടെ മാകെ വണ്ടി നോക്കുന്ന സമയത്താണ് സിദ്ധുവിന്റെ ബന്ധു ജീപ്പുമായി വരുന്നത്. ഉടനെ തന്നെ അവർ ജീപ്പിൽ കയറിയിട്ട് നേരെ സൈക്യാട്രിസ്റ്റിന്റെ വീട്ടിലേക്ക് പോകും. പോകുന്ന വഴിയിൽ വെച്ച് വീണ്ടും പുണ്യാളന്റെ ദേഹത്തേക്ക് അച്ചമ്മ പ്രവേശിക്കുകയും അച്ചമ്മയുടെ ശബ്ദത്തിൽ സംസാരിക്കുവാനായും തുടങ്ങി. അത് കേട്ട ആ ബന്ധുവിനാണെങ്കിൽ അയ്യോ അച്ചമ്മ എന്ന് വിളിച്ചിട്ട് വണ്ടി നിർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടുന്നു. അങ്ങനെ അവർ പിന്നീട് ആ ഒരാളൊഴികെ ബാക്കി എല്ലാവരും നേരെ പോകുന്നത് സൈക്യാട്രിസ്റ്റിന്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തുന്ന സമയത്ത് ആരെയും കാണുന്നതേയില്ല. സൈക്യാട്രിസ്റ്റിനെ അവിടെ ആകെ അന്വേഷിക്കും. ചെന്ന് നോക്കുമ്പോൾ അയാളുടെ രഹസ്യ റൂമിൽ ആരോ അയാളെ തലകീഴായി കെട്ടിത്തൂക്കിയിരിക്കുന്നു. സിദ്ധുവും ശങ്കരനും ചേർന്ന് അയാളെ രക്ഷിക്കും. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഭാര്യ എന്നെ കെട്ടിയിട്ടിട്ട് അവള് റോമിലേക്ക് പോവുക, എനിക്കവളെ തടയണം, എനിക്കവളെ പിടികൂടണമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുവാനായി ശ്രമിക്കും. എന്നാൽ പുണ്യാളനൊക്കെ എത്ര കെഞ്ചിയിട്ടും അയാൾ കേൾക്കുന്നതേയില്ല. നിങ്ങളായി നിങ്ങളെ പാടായി എന്ന മട്ടിലാണ് പോകുവാനായി ഇറങ്ങുന്നത്. അതേസമയം കരഞ്ഞുകൊണ്ട് പുണ്യാളനാണെങ്കിൽ തന്റെ ബന്യൻ പൊക്കി കാണിക്കുന്നു. ദേ നോക്ക്, എന്റെ ശരീരം കണ്ടില്ലേ, അച്ചമ്മ എന്റെ ബോഡിയെ തന്നെ കൺട്രോൾ ചെയ്തു തുടങ്ങിയെന്നും പുണ്യാളൻ പറയുന്നു. പുണ്യാളന്റെ ദേഹത്തൊക്കെ ചുളിവുകൾ വീണു തുടങ്ങിയിരുന്നു. അത് കണ്ട് ആ ഒരു സൈക്കാട്രിസ്റ്റിനാണെങ്കിൽ സഹതാപം തോന്നുകയും അയാളാണെങ്കിൽ ബാധ ഒഴിപ്പിക്കുന്ന പരിപാടിയും തുടങ്ങി. പുണ്യാളനെ കൊണ്ടുവന്ന് കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. പുണ്യാളനോട് മുൻപ് സൈക്കാട്രിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു എക്സോസിസം കഴിയുന്ന സമയത്ത് അവൻ കോമയിലേക്ക് പോകുമെന്ന്. പുണ്യാളൻ അതിന്റെ പേടിയായിരുന്നു. എന്നാൽ അതേസമയം പുണ്യാളൻ തുമ്മുകയും പുണ്യാളന്റെ ദേഹത്തേക്ക് അച്ചമ്മ വരികയും ചെയ്യുന്നു. ആ ഒരു സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ എന്തൊക്കെയോ മന്ത്രം ചൊല്ലും. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നൊരു സ്പ്രേ എടുത്ത് പുണ്യാളന്റെ ദേഹത്തേക്ക് അടിക്കുന്നു. അതോടെ പുണ്യാളന്റെ ബോധം പോവുകയാണ്. അതിനുശേഷം ഈ ഒരു സൈക്കാട്രിസ്റ്റിന്റെ കയ്യിൽ ഒരു ചെറിയൊരു മാലയിരുന്നു. ഈ മാല കൊണ്ടുവന്ന് എനിക്ക് ഡിസ്പോസ് ചെയ്യണം, 12 മണി വരെ നിങ്ങൾ ഇവിടെ നിന്നും പുറത്തിറങ്ങാതെ വെയിറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് സൈക്കാട്രിസ്റ്റ് അവിടെ നിന്ന് പോകുന്നു. സൈക്കാട്രിസ്റ്റ് പോയി കഴിഞ്ഞതും ആ റൂമിൽ ആകെ എന്തൊക്കെയോ ബഹളം കേൾക്കുകയാണ്. നോക്കുന്ന സമയത്ത് അത്രയും നാള് സൈക്കാട്രിസ്റ്റ് അടച്ചു വെച്ചിരുന്ന പ്രേതങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നു. ഒരു കുട്ടിയുടെ പ്രേതവും മാത്രവുമല്ല 5 പേരെ തലക്കടിച്ചു കൊന്ന ഒരു സൈക്കോയുടെ പ്രേതവും പുറത്തേക്ക് വരികയാണ്. അവരെല്ലാം ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന സിദ്ധുവിനെയും ശങ്കരനെയും പിന്നെ വേദികയും പുണ്യാളന്റെ അച്ഛനെയും അമ്മയും ഒക്കെ ആക്രമിക്കും. അന്നേരവും പുണ്യാളന് ബോധം വന്നിട്ടില്ല. ബോധം പോയിരിക്കുകയാണ് പുണ്യാളൻ. കണ്ണാടിയിലൂടെ നോക്കുന്ന സമയത്ത് പുണ്യാളന് പകരം അച്ചമ്മയാണ് ആ ഒരു കസേരയിൽ കാണുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് സിദ്ധുവിന്റെ വീടാണ് കാണിക്കുന്നത്. സിദ്ധുവിന്റെ മുത്തച്ഛനാണെങ്കിൽ നാട് വിട്ടു പോകുന്നതിന് വേണ്ടിയിട്ട് ബാഗൊക്കെ എടുത്തിറങ്ങുന്നു. അതേ സമയമായിരുന്നു പോകുവാനായി ഇറങ്ങുന്ന അച്ചച്ചന്റെ തലയിലേക്ക് പടിവാതിലിരുന്ന അച്ചമ്മയുടെ ഫോട്ടോ വന്ന് വീണ് അച്ചച്ചന്റെ ബോധം പോകുന്നത്. എന്നാൽ അതേസമയം സിദ്ധുവൊക്കെ നിൽക്കുന്ന ബംഗ്ലാവിലെ അവിടുത്തെ റൂം അടച്ചിട്ടിട്ടാണ് സിദ്ധുവിനെയൊക്കെ ആത്മാക്കൾ ആക്രമിക്കുന്നതും. എന്നാൽ അതേസമയം ആ ഒരു വാതിൽ തുറക്കുകയും പുണ്യാളന് ബോധം വരികയും ചെയ്തു. പുണ്യാളനാണെങ്കിൽ ഞാൻ കോമയിലേക്ക് പോയോ എന്നൊക്കെ ചോദിച്ച് ബഹളം വയ്ക്കും. അവർക്കാണെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. അവരവിടെ മാകി നോക്കുന്നു. മാത്രവുമല്ല അവിടെ ഉണ്ടായിരുന്ന മറ്റു ആത്മാക്കളും അടങ്ങിയിരിക്കുകയാണ്. അവരുടെ ശല്യവും ഇല്ലാതായി. ആ ഡോറ് തുറന്നപ്പോൾ അതുവഴി അച്ചമ്മയുടെ ആത്മാവും ബാക്കിയുണ്ടായിരുന്ന ആത്മാക്കളും പുറത്തേക്ക് കടക്കുകയാണ്. കണ്ണാടി എടുത്തു വെച്ച് നോക്കുന്ന സമയത്ത് പുണ്യാളൻ തന്നെയാണ് ആ കസേരയിൽ ഇരിക്കുന്നത്. അച്ചമ്മ പുണ്യാളന്റെ ദേഹത്ത് നിന്നും പോയി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു. അതേസമയം അച്ചച്ചനെ കാണിക്കുകയാണ്. ബോധം കെട്ട് കിടക്കുന്ന അച്ചച്ചന് ബോധം വരികയും അച്ചമ്മയുടെ ഫോട്ടോ കാണുമ്പോൾ വീണ്ടും ബോധം പോവുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു വശത്ത് എങ്ങനെയെങ്കിലും റോമിലേക്ക് പോകുന്ന തന്റെ ഭാര്യയെ പിടികൂടണമെന്ന മട്ടിൽ പോവുകയാണ് ആ ഒരു സൈക്യാട്രിസ്റ്റ്. വഴിയിൽ വെച്ച് സിദ്ധുവിന്റെ ബന്ധുവാണെങ്കിൽ കൈ കാണിക്കുകയും ഒക്കെ ചെയ്യും. വണ്ടി നിർത്തുകയാണ്.
തന്നെയും വഴിയിൽ ഇറക്കി തരുമോ എന്ന് സിദ്ധുവിന്റെ ബന്ധു ചോദിക്കും. സൈക്യാട്രിസ്റ്റ് അയാളെയും കയറ്റിക്കൊണ്ടു പോവുകയാണ്. അയാളുടെ കയ്യിലാണെങ്കിൽ മൂക്കിപ്പൊടിയുടെ ഒരു കുപ്പി ഇരിക്കുന്നു. സത്യത്തിൽ അത് മൂക്കിപ്പൊടിയുടെ കുപ്പിയായിരുന്നില്ല, അത് ചിതാഭസ്മമുള്ള കുപ്പിയായിരുന്നു. ഇതെന്താ കയ്യിലെന്ന് സൈക്യാട്രിസ്റ്റ് ചോദിക്കുമ്പോൾ മൂക്കിപ്പൊടിയാണെന്ന് അയാൾ മറുപടി പറയും. എങ്കിൽ എനിക്കും കൂടെ തന്നേന്ന് പറഞ്ഞ് സൈക്യാട്രിസ്റ്റ് ആണെങ്കിൽ ആ ഒരു ചിതാഭസ്മം എടുത്ത് മൂക്കിലേക്ക് വലിച്ചു കയറ്റി. പിന്നീട് നോക്കണോ, പുണ്യാളൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയായിരിക്കും അയാൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക. എന്നാൽ അയാൾ പോകുന്ന അതേ ജീപ്പിന് പിന്നിലായിട്ട് ആ ഒരു സൈക്കോയുടെ ആത്മാവും ആ ഒരു കുട്ടിയുടെ ആത്മാവും പോകുന്നെന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.